വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവനോട് വീണ്ടും വിഷ്ണു പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയാണ് ഇവള്, എൻ്റെ സംരക്ഷണ കവചം പൊട്ടിച്ച് ഇവൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിക്കടാ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശരി കാണാം എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അതിനുശേഷം വിഷ്ണുവും ശിവനും കൂടി ഇങ്ങനെ കൈ ഇങ്ങനെ പിന്നെ മത്സരം എന്ന പോലെ ഇങ്ങനെ അതേപോലെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് കൈ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ശിവൻ തിരിച്ച് ബുള്ളറ്റിനടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മുണ്ടിൻ്റെ മടത്താപ്പൊക്കെ അഴിച്ചിട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് എടുത്ത് ഇങ്ങനെ കണ്ണാടിയിലേക്ക് കണ്ണിലേക്ക് വെക്കുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ തൻ്റെ കയ്യിൽ വളയാണെങ്കിൽ ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ ഇറുക്കി ഇടുന്നുണ്ട്. എന്നിട്ട് ശിവൻ വണ്ടി എടുത്ത് പോവുകയാണ്. അതിങ്ങനെ ശാലിനിയും വിഷ്ണുവും പിന്നെ റസാഖും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം റസാഖാണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട്, ഇവൻ ഒരു തരത്തിലും അങ്ങനെ മയപ്പെട്ട് കീഴ്പ്പെട്ട് പോകുന്നവനല്ല, അവനെ എനിക്ക് നന്നായിട്ട് അറിയാം മാഡം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ നിൽക്കുകയാണ്. ഇതേ സമയം പപ്പിയും സത്യയും കൂടി സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് വിഷ്ണുവിനെ കാത്ത് അവിടെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു അച്ഛൻ വരുന്നില്ലല്ലോ, നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം വരുമായിരിക്കുമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് രോഹിത്തിന്റെ വണ്ടിയാണ് വരുന്നത്. അന്നേരം ദേ വരുന്നുണ്ട് എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ സത്യ പറയുമ്പോൾ ഇത് അച്ഛൻ്റെ കാറാണല്ലോ, വിഷ്ണു അച്ഛൻ അല്ലല്ലോ എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. അന്നേരം കാറ് മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് രോഹിത് തന്നെയാണ് അതിൽ നിന്ന് ഇറങ്ങുന്നത്. അന്നേരം രണ്ടുപേരും വന്നാട്ടെ, അല്പം ലേറ്റ് ആയിപ്പോയി, അവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ്, കയറിയാട്ടെ എന്നും പറഞ്ഞ് രോഹിത് വിളിക്കുകയാണ്. അന്നേരം ഞങ്ങൾ വരുന്നില്ല എന്ന് ഇങ്ങനെ പപ്പി പറയുന്നുണ്ട്. അന്നേരം വരുന്നില്ലേ, അതെന്താ, ഞാൻ പറഞ്ഞില്ലേ താമസിച്ചതാണെങ്കിൽ ബ്ലോക്ക് ആയിപ്പോയി അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും അല്ല എന്നിങ്ങനെ രണ്ടുപേരും പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ്. അന്നേരം രോഹിത് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഇതെന്തോ അന്താരാഷ്ട്ര പ്രശ്നമാണല്ലോ. എന്നിട്ട് സത്യയോട് പറയണം, മക്കൾ പറ എന്താണെന്ന്, പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ എന്താണെന്ന് പ്രശ്നം എന്നുള്ളത്. അന്നേരം വിഷ്ണു വെച്ച് ഞങ്ങളെ വൈകിട്ട് ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ്, ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തതാണ്, വന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം അതായിരുന്നോ കാര്യം, ഞാൻ വിചാരിച്ചു എന്തോ അന്താരാഷ്ട്ര പ്രശ്നമാണെന്ന്. ബീച്ചാണെങ്കിൽ അവിടെ തന്നെ കാണുമല്ലോ, ആരും എടുത്തോണ്ടൊന്നും പോകില്ലല്ലോ, നിങ്ങൾക്ക് നാളെ പോവാം അല്ലെങ്കിൽ വേറെ ദിവസം പോവാം, വിഷ്ണു ബ്രോയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ, ഇപ്പം രണ്ടുപേരും വന്നാട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ഈ കുട്ടികളിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അന്നേരം വരി, വേറെ പ്രശ്നമൊന്നുമില്ല, പിന്നെ വിഷ്ണു ബ്രോ തന്നെയാണ് എന്നെ പറഞ്ഞു വിട്ടത്, ചിലപ്പോൾ നിങ്ങളെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടോ എങ്കിൽ തന്നെ ഇന്ന് തന്നെ ചിലപ്പോൾ പൊയ്ക്കോളാന്ന് പറയുകയാണ്. അന്നേരം വരുന്നില്ലേ ചോദിക്കുമ്പോൾ പോവാം, അല്ലാതെ പിന്നെ എന്താ ചെയ്യുക സത്യം എന്നിങ്ങനെ പപ്പി പറഞ്ഞിട്ട് ഇവർ കാറിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം രോഹിത് ഇങ്ങനെ ഡോറൊക്കെ തുറന്നു കൊടുക്കുകയാണ്. തുടർന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ ഒപ്പം ബീച്ചിൽ വരാൻ ഒരു പ്ലാനൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വരാമായിരുന്നു, പക്ഷേ വിഷ്ണു അച്ഛനും കൂടെ വേണം, എങ്കിലേ ഒരു ഓളം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ്. എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം, അവിടെ ചെന്ന് വിഷ്ണു ബ്രോയും കൂട്ടി അങ്ങ് പൊയ്ക്കോളാം, കയറിയാട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെയും കയറ്റിക്കൊണ്ട് സെക്യൂരിറ്റിയോട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് പെട്ടെന്ന് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. ഇതേസമയം അവരുടെ ഡെയ്സിയും ഡേവിസും ഒക്കെ തിരികെ വീട്ടിലെത്തുന്നുണ്ട്. അന്നേരം ആന്റണി ഉണ്ട്. യോഹന്നാൻ ചോദിക്കുകയാണ്, ഇത്രയും നേരം നീ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ ഡേവിസ് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ അവനോടൊപ്പം ഒരു ചുറ്റാൻ പോയതല്ലേ എന്നും പറഞ്ഞ് ആന്റണി വഴക്കൊക്കെ ആരാടി നിന്റെ അവൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയും ആയിട്ട് മനസ്സിലായില്ലേ, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ശിവനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് ഡേയ്സി സംസാരിക്കുമ്പോൾ ആന്റണി ആണെങ്കിൽ ഡേയ്സിയെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഡേവിസ് ഇടയ്ക്ക് കയറുകയാണ്, എന്താ ആന്റണി ഇത്, സ്ത്രീകളോടും കുട്ടികളോടും മാന്യമായിട്ട് പെരുമാറണമെന്നല്ലേ വേദപുസ്തകങ്ങളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, ആന്റണി വേദ ക്ലാസ്സിനൊക്കെ പോയിട്ടില്ലേ, അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ പവിത്രമായൊരു ചടങ്ങ് നടക്കാൻ പോവുകയല്ലേ, അപ്പോൾ അതിൻ്റെ പേരിൽ അടിയും പിടിയും ഒന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ഡേയ്സി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം എന്താ അപ്പം എന്ത് ചടങ്ങ് അവിടെ നടക്കാൻ പോകുന്നതെന്നിങ്ങനെ ഡേയ്സി ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഡേവിസ് പറയുന്നുണ്ട്, നമ്മുടെ മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് കുറിക്കാൻ പോവുകയാണ്, അതിനുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ വരും, ഒരു ഉറപ്പിക്കൽ ചടങ്ങ് എന്നിങ്ങനെ പറയുമ്പോൾ ഡേയ്സി ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. യോഹന്നാനും ആൻ്റണിയും ഒക്കെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് മുറ്റത്ത് പള്ളിയിലച്ഛൻ്റെ കാർ വന്നിരിക്കുന്നുണ്ട്. പള്ളിയിലച്ഛനും വേറെ ആളും കൂടി വരുന്നുണ്ട്. എൽസമ്മയാണെങ്കിൽ ചെടിയൊക്കെ വെള്ളം നനച്ച് എന്തിരിക്കുകയായിരുന്നു. യോഹന്നാൻ അകത്തില്ലേന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് പള്ളിയിലച്ഛനും വന്ന ആളും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ഒരു സ്തുതിയൊക്കെ പറയുന്നുണ്ട്. പള്ളിയിലച്ഛൻ ഇരിക്കുകയാണ്. തുടർന്ന് പള്ളിയിലച്ഛൻ സംസാരിക്കുകയാണ്. യോഹന്നാനാണെങ്കിൽ അവസാനം മകളുടെ വിവാഹം അങ്ങോട്ട് മനസ്സമ്മതം നടത്താൻ തീരുമാനിച്ചു അല്ലേ, നല്ല കാര്യം തന്നെ എന്ന് പറയുമ്പോൾ അതേന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ പറയുന്നുണ്ട്, ഇവളുടെ കസിനാണ്, എൻ്റെ പെങ്ങളുടെ മകൻ ഡേവിസ് ആണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അന്നേരം ഈ പള്ളിയിലച്ഛനാണെങ്കിൽ വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ദൈവം രൂപകൽപ്പന ചെയ്ത പവിത്രമായൊരു ഉടമ്പടിയാണ് വിവാഹം എന്ന് പറയുന്നത്, രണ്ട് പേര് തങ്ങളിലുള്ള കരാറാണത്, നിങ്ങൾ വേണം ജീവിച്ച് തീർക്കാനായിട്ട്, അതിൽ വേറൊരാൾക്കും പങ്കില്ല എന്നൊക്കെ ഇങ്ങനെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡേയ്സി ചോദിക്കുകയാണ്, അച്ഛോ ഒരു സംശയം ചോദിച്ചോട്ടെ, അവയാണെങ്കിൽ പൊറുക്കണമെന്ന് പറയുമ്പോൾ ഡേയ്സി ചോദിച്ചോളൂ എന്ന് പറയുകയാണ്. അന്നേരം ചേർച്ചയില്ല ഇഷ്ടമില്ലാത്ത രണ്ട് മനസ്സുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണമെന്ന് വേദപുസ്തകത്തിൽ ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ജീവിതം പിന്നീട് പവിത്രമായി മാറുമോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ വിലക്കപ്പെട്ട കനി വിലക്കപ്പെട്ടതായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഡേയ്സി ആണെങ്കിൽ മുകളിലേക്ക് കയറി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി ഓടുകയാണ്. അന്നേരം യോഹന്നാനും ആൻ്റണിയൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്.
അന്നേരം പള്ളിയിലച്ഛൻ ചോദിക്കുന്നുണ്ട് യോഹന്നാനെ ഈ ഡെയ്സി എന്താ പറഞ്ഞിട്ട് പോയതെന്ന്. അന്നേരം അച്ഛൻ ഡേറ്റ് കുറിച്ചോളൂ, അവളെ മണവാട്ടിയായിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം റൂമിലേക്ക് കയറിപ്പോയ ഡെയ്സി ആണെങ്കിൽ കടലിൽ പോയിരുന്ന ആകെ കരച്ചിലാണ്. തുടർന്ന് ഈ ബുള്ളറ്റിൽ ഇങ്ങനെ പോകുന്ന ശിവനെയും കാണിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ കുടുംബശ്രീയിലെ ഹോട്ടലിലെ ശാരികയും ശാരദാമ്മയും കൂടി വരുന്നവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട്. ശങ്കരേട്ടന് വേറൊരാളും കൂടി ഉണ്ട് കഴിക്കാനൊക്കെ. ഈ സമയത്താണ് വിഷ്ണുവും ശാലിനിയും കൂടി വരുന്നത്. അന്നേരം ജീപ്പ് വന്ന് നിൽക്കുമ്പോൾ അവരാണെന്ന് കാണുന്നുണ്ട്. അന്നേരം ഇവരെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ല എന്ന് പറഞ്ഞ് ശാരദാമ്മ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിൽ 2 കവറൊക്കെ ഉണ്ട്. അന്നേരം നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലെന്ന് വിളിച്ചു പോലും പറയാതെ എന്ന് പറയുമ്പോൾ എന്നോട് തന്നെ ഇപ്പോഴാണ് പറഞ്ഞത് നമുക്കൊന്ന് ശാരദാമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് ശാരദാമ്മയെ കാണാനായിട്ട് ഇപ്പോഴാണ് തോന്നിയത്, ഇപ്പോൾ 2 ദിവസം മുന്നേ പറയാക്കൂന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കും. വിഷ്ണു ആകപ്പാടെയും സന്തോഷത്തിലാണ്. ഈ സമയം ശാരിക അവിടെ ഹോട്ടലിൽ നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം വിഷ്ണു നോക്കിയിട്ട് എന്താ ശാരിക അവിടെ തന്നെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ശാരികയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിലിരുന്ന ഒരു കവർ ശാരികയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ചുരിദാറാണ്. നമ്മളോടൊപ്പം തൃപ്പങ്കോട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിട്ടുകൊണ്ട് വരണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ വരുന്ന കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി ആലോചിക്കാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി അങ്ങോട്ട് പിടിച്ച് മാറ്റിയാണ്. കളക്ടർമാരുടെ അങ്ങോട്ട് മാറി ഇന്നേന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയ്ക്ക് ഒരു കവർ കൊടുക്കുന്നുണ്ട്. ഒരു സാരിയാണ്. ശാരദാമ്മ എന്തായാലും വരുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾക്ക് മാത്രമേ എടുത്തുള്ളൂ, ഇവർക്കൊന്നും എടുത്തില്ലേ, ശാലിനിക്കും കുട്ടികൾക്കൊന്നും എടുത്തില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് ഇത് തന്നെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്, എപ്പോൾ പോയി വാങ്ങിയെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് ഗോപാലേട്ടനും ശരിക്കും വരാൻ പറ്റില്ല, 2-3 ദിവസം കടയൊക്കെ അടച്ചിട്ടിട്ട് പോകുന്ന കാര്യം പാടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാരികയോട് പറയുന്നുണ്ട് ശാരിക പോയി ചായ എടുക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറയുകയാണ്. അന്നേരമാണെങ്കിൽ വിഷ്ണു പറയുകയാണ് അതെ അവിടെ ഒന്ന് നിന്ന് എനിക്ക് ഈ കഴിക്കാനും കുടിക്കാനും ഒന്നും വേണ്ട, ഈ ശാരദാമ്മയുടെ സ്പെഷ്യൽ ഉണ്ടല്ലോ അവിൽ നനച്ചതെന്ന് പറയുകയാണ്. അന്നേരം അവിൽ നനച്ചതെന്ന് ഇങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അതെ ഈ നെയ്യിൽ തേങ്ങ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ശാരദാമ്മ എന്തൊരു പട്ടാണിയോ കടലയോ എന്തൊക്കെ ഇടുമല്ലോ സ്പെഷ്യൽ, അതിൻ്റെ രുചി എനിക്ക് ഇപ്പോഴും നാവിലുണ്ട്, എനിക്ക് അത് മതി എന്ന് പറയുകയാണ്. അന്നേരം ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം എന്നിങ്ങനെ അവിടെ ആരെങ്കിലും അവർ കഴിക്കുന്ന കാര്യം പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അവിടെ ശങ്കരേട്ടനും ഒരാളും ഒക്കെ സാമ്പാർ കിട്ടിയില്ല ചായ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് ശാരദാമ്മ പോകാൻ തുടങ്ങുമ്പോൾ അതെ ശാരദാമ്മ അവിടെ നിന്ന് ഇന്ന് കടയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ 2 പെണ്ണുങ്ങളും കൂടി ശാരദാമ്മയെ സഹായിക്ക്, പോയി പെട്ടെന്നുണ്ടാക്കുക, ഞാൻ ചായയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അതെ അതിനൊക്കെ ഒരു മരുന്ന് വേണം, അല്ലാതെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല, ചായ അടിക്കാനൊക്കെ ഒരു നേക്ക് വേണമെന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ എനിക്കുണ്ട്, എനിക്ക് ചായ ഉണ്ടാക്കാനൊക്കെ അറിയാം, ഇപ്പം നോക്കിക്കൊന്നുണ്ട്, നിങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ഹോട്ടലിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ശങ്കരേട്ടൻ പറയുന്നുണ്ട് ചായ വേണമെന്ന് പറയുമ്പോൾ ആ ചായയല്ലേ ഇപ്പം എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പോയി ചായ എടുത്തുകൊണ്ട് വന്ന് ശങ്കരേട്ടന് കൊടുക്കുകയാണ്. തുടർന്ന് ശങ്കരേട്ടൻ പറയുന്നുണ്ട് ശാലിനി കുഞ്ഞ് എന്തായാലും ഭാഗ്യവതിയാണ്, ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആളിനെയാണല്ലോ ഭർത്താവായിട്ട് കിട്ടിയിരിക്കുന്നത്, ശാരദാമ്മയും പുണ്യം ചെയ്ത് തന്നെയാണ്, 1-2 ദിവസം മാറി നിന്നാലും മരുമോനെ കടയൊക്കെ ഏൽപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞ് ശങ്കരേട്ടൻ ഭക്ഷണം കഴിക്കുകയും ചായ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് മറ്റേ ആൾക്കും ചായ ചോദിക്കുമ്പോൾ ലൈറ്റ് ആയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പോയി ചായയൊക്കെ അടിച്ചെടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് മുറ്റത്തു നിന്നാണ് നോക്കുന്നത്. അന്നേരം വിഷ്ണുവിന് ഇത് എന്താ പറ്റിയത് പെട്ടെന്ന് ഇങ്ങനെയെന്ന് പറയുമ്പോൾ അത് വിഷ്ണുവേട്ടന് ഓരോ ദിവസം ഓരോരോ ആഗ്രഹങ്ങളാണ്, ഇതേ കണ്ടില്ലേ കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം നീ എന്താ നോക്കി നിൽക്കുന്നത് വന്നേന്നും പറഞ്ഞുകൊണ്ട് ശാരദാമ്മയും ശാരിയും കൂടി ശാലിനിയെ വിളിച്ചുകൊണ്ട് വീട്ടിലെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ അവിൽ നനച്ചുണ്ടാകുന്നുണ്ട്, ശാരികയാണെങ്കിൽ ഇങ്ങനെ തേങ്ങയൊക്കെ തിരുവുകയാണ്. അന്നേരം ഇതിപ്പോൾ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നല്, അല്ലെങ്കിൽ വിഷ്ണുവിന് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ പണ്ടേ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഇത് മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്, പെട്ടെന്ന് ചാടിക്കൂട്ടിയുടെ തീരുമാനങ്ങളാണ്. ദേ ഇപ്പോൾ ഞാൻ ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞാൽ വാ നമുക്ക് പോകാമെന്ന് പറയും, വീട്ടിൽ കുട്ടികൾ കാത്തിരിക്കുന്നുണ്ടെന്നോ അതോ ഇനി കുട്ടികളെയും കൊണ്ടുപോകാം അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം പോകാം അങ്ങനെയൊന്നുമില്ല, നാളെ എന്തൊക്കെയോ സംഭവിക്കും, അതുകൊണ്ട് ഇന്നേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം എന്നൊരു വിചാരമാണ് ഇപ്പോൾ വിഷ്ണുവേട്ടൻ എന്നൊക്കെ ഇങ്ങനെ ഒരു വേറൊന്നും ആലോചിക്കാതെ അങ്ങ് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം സ്നേഹം കൂടുതൽ കൊണ്ടാണ്, സ്നേഹം കൂടിയാൽ ഇങ്ങനെയൊക്കെയാണ് എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. ഇപ്പോൾ തൃപ്പങ്കോട്ട് പോകുന്നത് തന്നെ വിഷ്ണുവിനും കൂടി വലിയ സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരിക പറയുകയാണ് അല്ല അമ്മേ കടയിൽ ചായയൊക്കെ ചോദിച്ചായിരുന്നു എന്തായോ എന്തോന്ന്, അന്നേരം അതൊന്നും കൊണ്ട് പേടിക്കേണ്ട, അവനതെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് കാണുമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയൊക്കെ അവിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഹോട്ടലിലേക്ക് ഇത് പാത്രത്തിലായിട്ട് കൊണ്ട് ചെല്ലുമ്പോൾ വിഷ്ണു അവിടെ ടേബിളൊക്കെ തുടക്കുകയാണ്. അന്നേരം അതൊന്നും ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. അന്നേരം ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പൈസയൊക്കെ വാങ്ങിച്ചതേ മേശയിൽ ഇട്ടിട്ടുണ്ട്, കറക്റ്റായിട്ട് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ കച്ചവടമൊക്കെ പഠിച്ചുവെന്ന് ഇങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം നമ്മൾ ജീവിതം തന്നെ ഒരു കളരിയല്ലേ ശാരദാമ്മേ, എല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ പഠിച്ചാലും തീരില്ല, പിന്നെ തീരുന്നത് എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു പറയാനായിട്ട്
തുടങ്ങുമ്പോൾ ദേ വിഷ്ണുവേട്ട ചുമ്മാ ഇരിക്കുന്നുണ്ടോ, കണ്ടില്ലേ അമ്മ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഓരോ സംസാരത്തിലാണ് അവസാനം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതല്ല ശാരദാമ്മേ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ശാരദാമ്മയുടെ കയ്യിൽ പാത്രം ഇരിക്കുന്നു. അപ്പോൾ ഇത് കൊണ്ടൊന്ന് മൂടി വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് വിഷ്ണു അത് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് കഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ടേസ്റ്റാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അത് ഇന്നിപ്പോൾ എനിക്ക് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് അവിൽ കഴിക്കാനായിട്ട് തോന്നി, ഇന്നിപ്പോൾ സാധിച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് വീണ്ടും ശാലിനിങ്ങനെ വിളിക്കുകയാണ്. തന്നെ അല്ലടോ, ഞാനൊരു സത്യം പറഞ്ഞതാണ്, എല്ലാം ഓരോരോ തോന്നലാണ് ശാരദാമ്മയെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് വിഷ്ണു അത് മറയ്ക്കാനായിട്ട് നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം കഴിച്ചില്ലല്ലോ എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ അതിനുള്ള മോഹം തീർന്നു എന്ന് പറയുകയാണ്. പിന്നെ ഞാനിത് കൊണ്ടുപോവുകയാണ്, വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാമല്ലോ, വന്നേ പോകാമെന്നിങ്ങനെ ശാലിനിയെ വിളിക്കുകയാണ്. എന്നിട്ട് പോട്ടെ ശാരദാമ്മയുടെ ശൈലികളൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ആ പാത്രം കൊണ്ട് തന്നെ വണ്ടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ശാലിനി കയറും പോണ്ടേ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനിയും കയറുന്നുണ്ട്. എന്നിട്ട് അവർ തിരിച്ച് പോവുകയാണ്. എന്നിട്ട് പക്ഷേ ശാരദാമ്മ ആകെപ്പാടെ വിഷ്ണുവിൻ്റെ സംസാരത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വിഷ്ണുവിന് ഇത് എന്താ പറ്റിയതെന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അതേസമയം വണ്ടി ഓടിച്ചു പോകുന്ന ആ വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ട്. ആ ഒരു സന്തോഷം മാറി ഒരു സങ്കടത്തിലേക്ക് എന്ന പോലെ പോവുകയാണ്. പക്ഷേ ശാലിനി അത് ശ്രദ്ധിക്കുന്നില്ല. ശാലിനി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ തൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ അങ്ങനെ സാധിച്ച് തീർത്ത് പോവുകയാണ്. നാളെ തനിക്കത് പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ഉദ്ദേശമാണ് വിഷ്ണുവിൻ്റെ മനസ്സിലിരിക്കുന്നത്. ചികിത്സയ്ക്ക് പോയിട്ട് അത് സക്സസ് ആയില്ലെങ്കിൽ തനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നൊരു ഉറച്ച തീരുമാനമാണ് വിഷ്ണുവിൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി അവർ അടുത്ത സീനുകളിലൊക്കെ വിഷ്ണു ഈ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു സീനൊക്കെയാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷമൊക്കെ കെട്ടി വരുന്നതൊക്കെയാണ്. പിന്നീട് എല്ലാവരും കൂടി അമ്പലത്തിൽ പോകുന്നതുമാണ്. പിന്നീടാണ് വിഷ്ണു ചികിത്സക്കായിട്ട് പോകുന്നതൊക്കെ. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.